ഇനി മുതിർന്നവർ റെഡിയാണ്. ഈ മത്സരത്തിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫുട്ബോൾ താരത്തെ ആരെയാണ് ഇഷ്ടം അവരുടെ പേര് വിളിക്കാം. റാഫിച്ചാണ് ഇഷ്ടമെങ്കിൽ റാഫിച്ചാന്ന് നീട്ടി വിളിക്കാം. റൊണാൾഡോയാണ് ഇഷ്ടമെങ്കിൽ റൊണാൾഡോ എന്ന് നീട്ടി വിളിക്കാം. വിളിക്കട്ടെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കുറച്ചോനെ കത്തോളി റൊണാൾഡോ. സെക്കൻഡും 10 മൈക്രോ സെക്കൻഡും. ഇനി നിങ്ങൾക്ക് വന്ന് വിളിക്കാം. ആകെ ഒരു 5-6 പേർക്കാണ് ഈ മത്സരത്തിന് അവസരം ഉണ്ടാവുക. ആദ്യമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റോ? ഇതാ വന്ന് ഇരിക്കും. കുട്ടികൾ അവിടെ ഇരിക്കും. കുട്ടികളിരിക്കെ 19. എന്റെ സ്കോർ എന്ന് പറയുന്നത് 19-10 നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരം ആരാണ്? സല, മുഹമ്മദ് സല. അപ്പൊ സലയുടെ പേര് സലാന്ന് നീട്ടി വിളിച്ചാൽ മതി. ഞാൻ വീണ്ടും പൂജ്യമാക്കുന്നുണ്ട്. എന്നെ മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല, അല്ലെ ഞാൻ തോറ്റ് തുന്നം പാടിപ്പോകും. എന്താണ് പേര്? ഷിജിത് കുമാർ. ഷിജിത് കുമാർ എവിടെയാണ് നാട്? കോഴിക്കോട്. കാലിക്കറ്റ് എവിടെ? ബാലുശ്ശേരി. ബാലുശ്ശേരിക്കാരനാണ്. ബാലുശ്ശേരിക്കാരന് ഒരു കയ്യടി കൊടുക്ക്. സജിത്ത് അല്ലേ? ബാലുശ്ശേരിക്കാരനായ സജിത്താണ് മത്സരിക്കാൻ പോകുന്നത്. സലയുടെ പേര് നീട്ടി വിളിക്കാൻ പോവാണ്. റെഡി സജിത്ത്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സല. അവസാനത്തെ ആ വെള്ളി ഉണ്ടല്ലോ, ആദ്യം എന്തൊരു തുടക്കമായിരുന്നു എന്നറിയാമോ? ബാലുശ്ശേരിക്കാരനാണ്. സജിത്ത് എന്നാണ് പേര് അല്ലേ? സജിത്ത് എന്നാണ് പേര്. അവസാനത്തെ ആ വെള്ളി ഒഴിച്ച് ഇത് സംഭവം എന്താന്ന് വെച്ചാലേ, എന്റെ വീട്ടിനടുത്ത് ഒരു കയറ്റമുണ്ട്. ഈ കയറ്റത്തിലോട്ട് ലോഡും വെച്ച് പെട്ടിയാട്ടോഷ കയറിപ്പോവും. അവസാനം പെട്ടിയാട്ടോഷയുടെ ഗിയർ കുരുങ്ങുന്ന ഒരു ടൈമുണ്ട്. അതുപോലെ ഗിയർ കുരുങ്ങിയാണോ? എന്തായാലും സലയെ വിളിച്ച സജിത്തിന് 10-68 സ്കോർ. 10-68. 10-68. സജിത്തിന്റെ സ്കോർ എന്ന് പറയുന്ന 10-60. ഇരിക്കും, നിങ്ങൾ ഇരിക്കും. അർഷദിന്റെ പ്രിയപ്പെട്ട താരം മെസ്സി അല്ലേ? റൊണാൾഡോ. അർഷദിന്റെ പ്രിയ താരം ആദ്യത്തെ ആളുടെ ആ സജിത്തിന്റെ 10-68 10-68. സജിത്തിന്റെ 10-68. ഇനി അർഷദാണ് നമ്മളെ കൂടെ മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരം റൊണാൾഡോ. റൊണാൾഡോ. ഒരൽപ്പം മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ 10-74. അർഷദ്. ഇനി ഒരു കന്നഡ മുത്തേ നിക്ക്. ഒരു ചെക്കൻ കുറെ നേരമായിട്ട് എണീറ്റ് നിന്ന് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മോനെ നിന്റെ പേര്? സിയാൻ. എവിടത്തുകാരനാണ്? എറണാകുളത്തുകാരനാണ് സിയാൻ. സിയാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. നിന്റെ ശ്വാസകോശ സ്പോഞ്ച് പോലെ അല്ലടാ. ഓക്കെ, ചെക്കനാണ്. സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടികളുടെ ശ്വാസകോശം അത്രയും ഡെവലപ്ഡ് അല്ല. എന്നാൽ പോലും നമുക്ക് സിയാനെ മത്സരിപ്പിച്ച് നോക്കാം. സിയാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാനാണ് മത്സരിക്കുന്നത്. സിയാന്റെ സ്കോർ ഇപ്പൊ 0 ആണ്. ഏതുവരെ പോകാൻ നോക്കാം. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരം ആരാ? റൊണാൾഡോ. ഈ ഒമാനിൽ മസ്കറ്റിൽ റൊണാൾഡോയ്ക്ക് എത്ര ഫാനുണ്ട്? മെസ്സി ഫാൻ, നെയ്മർ ഫാൻ. നെയ്മറിന്റെ കുറവാണ് ആള്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് പോയിട്ട് നെയ്മർക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ മരിച്ചേനെ. ഓക്കെ, റെഡി? സിയാൻ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൊണാൾഡോ. ശ്വാസകോശ സ്പോഞ്ച് മേലാക്കിയ 2 കടാകടിയന്മാരെ തറപറ്റിച്ചുകൊണ്ട് ചെക്കന് സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ. ചെക്കൻ ആദ്യത്തെ സമ്മാനം നേടുന്നു.
ഞാൻ വിളിക്കും. മര്യാദക്കാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ വിളിക്കും. മര്യാദക്കാരായിട്ട് ഇരിക്കുന്ന മോൾക്ക് മത്സരിക്കണോ? വാ. ഒരു പെൺകുട്ടിക്ക് ചാൻസ് കൊടുക്കാം. ചെറിയ ആൾക്കാരുടെ ശ്വാസം കിട്ടും. പാടാണോ? എന്താണ് മോളുടെ പേര്? ഹന. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഐജി. എവിടെയാ നാട്? കാസർഗോഡുകാരിയാണ് ഹന. റൈറ്റ്. ഹനയുടെ ഫേവറേറ്റ് ഫുട്ബോളർ ആരാ? റൊണാൾഡോ. അപ്പോ റൊണാൾഡോയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സ്ഥലം കൂടിയാണിത്, ഈ മസ്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹന മത്സരിക്കാൻ പോണ. ഹന മൈക്ക് പിടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൊണാൾഡോ. അല്ലാട്ടോ, സ്ത്രീകൾ മുതിർന്നവർക്ക് ഒരു നല്ല അവസരമുണ്ട്. എത്ര വയസ്സുണ്ട്? 14 പോരാ, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടാ. ഒരു കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണ് മത്സരിക്കാൻ പോകുന്നത്. മെസ്സി ഫാൻസ് ആണോ? മെസ്സി ഫാൻസ് വരട്ടെ. ഒരു കുടുംബിനിയാണ് അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. ഒരു കുടുംബിനി കുട്ടിയുമായിട്ട് വന്ന് മത്സരിക്കാനായിട്ട്, സ്വന്തം ഫാനിനെ വിളിക്കാനായിട്ട്, ഫുട്ബോളിലെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ വിളിക്കാനായിട്ട് ഒരു കുടുംബിനി വരുന്നുണ്ട്. ആ കുടുംബിനിക്ക് വഴി കൊടുക്കൂ. കുട്ടിയോടൊപ്പം വരുന്ന കുടുംബിനിക്ക് ഒരു വഴി കൊടുക്കൂ. ഓക്കെ, ഇതാ സ്റ്റേജിലേക്ക് ചങ്കുറപ്പുള്ള ഒരു കുടുംബിനി എത്തിച്ചേർന്നിട്ടുണ്ട്. ചങ്കുറപ്പുള്ള കുടുംബിനിയുടെ പേരുകളാണ്. ഈ സമ്മാനത്തിന് റെഡിയാണ്? ഈ സമ്മാനത്തിന് കിഡ്സ് റെഡിയാണ്? ഈ സമ്മാനത്തിന് മുതിർന്നവർ റെഡിയാണ്? ഈ ഫ്രണ്ടിന്റെ ബാഗിനുള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണുള്ളത്? ഹെഡ്ഫോൺ ഉണ്ടോ? ഹെഡ്സെറ്റ് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, ഒരു ക്യാപ്പ് ഉണ്ട്, കപ്പുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫ്രണ്ടിയുടെ ഒരു ബാഗിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്, ഒരു ചോദ്യമാണ്. Sit down. ഇരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ സമ്മാനം തരുള്ളൂ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് കൈ താഴ്ത്തിക്കോ. മത്സരം വേറെയാണ്. എന്റെ ഉള്ളിലൊരു ഒരാളുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കും, ആ ആളെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും. അതിന് ആൻസർ പറയുന്ന ആൾക്ക് ഞാൻ ഈ സാധനം തരും. റെഡിയാണോ? എന്റെ മനസ്സിലൊരാളുണ്ട്, അതാരാണെന്ന് നിങ്ങൾ പറയണം. റെഡി? കുട്ടികൾ മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. മുതിർന്നവർ പറഞ്ഞു കൊടുക്കാൻ പോലും പാടില്ല കേട്ടോ. മുതിർന്നവർ മിണ്ടരുത്, ചുപ്രഹോ. റെഡി? കുട്ടികൾ മാത്രം ആൻസർ ചെയ്യാം. ഞാൻ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഒരു മഹത് വ്യക്തി എന്റെ മനസ്സിലുണ്ട്, ആ ആളുടെ കുറിച്ചാണ് പറയുന്നത്. റെഡി? അല്ല, ഫുട്ബോളുമായിട്ട് ബന്ധമില്ല. ഞാനൊരു കവിയാണ്. എന്റെ ആദ്യത്തെ ക്ലൂ. പറയുന്ന കേക്ക് അറക്കുന്നതിന് മുമ്പ് പിടക്കല്ലേ. ഞാനൊരു കവിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എഴുതിയത് ഞാനാണ്. ആരാണ് ഞാൻ? കാക്കയോ? ഏത് കാക്ക? എഴുത്തച്ഛനല്ല. ചെക്കൻ ആൻസർ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു കൊടുത്തേ. ഉള്ളൂരോ? എടാ, ഉള്ളൂരിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നിനക്കറിയോ? നിനക്ക് മലയാള ഭാഷയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാർത്ഥ്യൻ എന്നാണ് പറയാറ്. ഉജ്ജ്വലമായ പദപ്രയോഗം കൊണ്ട് മലയാള ഭാഷയെ പുലകിതനാക്കുന്ന ആളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യ. മൂപ്പരെ കാക്കേ കൂടെ എവിടെയൊക്കെ എഴുതോ. പിന്നെ നീന്തിനെ എവിടെയെന്ന് ഉള്ളൂരെന്ന് വിളിച്ചു പറഞ്ഞേ? എന്തിനാ നീ അവിടെ നിന്നിട്ട് ഉള്ളൂരെന്ന് വിളിച്ചു പറഞ്ഞേ? ചെക്കന് കയ്യൊരു കൊടുക്ക. എന്താ എന്റെ പേര്? ആസിഫിനെല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കയ്യൊഴുക. ചെക്കൻ പറഞ്ഞ ആൻസർ കറക്റ്റ്. കുട്ടിയാണെങ്കിലും ചെക്കൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. കാണിച്ചു കൊടുക്കുക എന്തൊക്കെയാണ് എനിക്ക് സമ്മാനങ്ങളെന്ന്. ഇങ്ങനെ ഈ സമ്മാനം കൊടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടായിരുന്നോ? ഫ്രണ്ടിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ പിടിച്ചോ. ഇനി വെള്ളം കുടിക്കണം. മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള
മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യത്തിന് ആൻസർ അറിയാമെങ്കിൽ അപ്പൊ തന്നെ കൈപൊക്കി കാണിക്കുക, ഉത്തരം വിളിച്ച് പറയാം. റെഡി, സൈലൻസ്. കുട്ടികൾക്കല്ല, മുതിർന്നവർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. എന്റെ തൊണ്ട പോയി. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞാൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആരാണ് ഞാൻ? കുട്ടികൾ മിണ്ടല്ലേ, കുട്ടികൾക്കുള്ളതല്ല. എം ജി ആർ ജനിച്ചു വളർന്നത് ശ്രീലങ്കയിലെ കാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻസർ കിട്ടി. എം ജി ആർ ജനിച്ചു വളർന്നത് ശ്രീലങ്കയിലെ കാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. കേട്ടിട്ടുള്ള പോലെ അതെവിടെ? നേരത്തെ വന്നത് ആരാ? എവിടെ? എന്തോ ഒരു സാമ്യം പോലെ. 1199. മോശമല്ല കേട്ടോ. നേരത്തെ വന്ന നമ്മുടെ ഘടാഘടിയന്മാരെക്കാളും ഉഷാറാണ്. മെസ്സി ഫാൻ ഉണ്ട്. ആരാണ്? ഞാനാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പൈസയുടെ കയ്യിൽ പൈസ ഒന്നുമില്ലെങ്കിൽ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. പൈസയുടെ കയ്യിൽ പൈസ ഒന്നുമില്ലെങ്കിലും അങ്കിൾ ഒരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. അൽ ഹാജിസ് പെർഫ്യൂംസ് നൽകുന്ന പെർഫ്യൂമാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു പൈസ. താങ്ക് യു. അതെ, റൊണാൾഡോയെ എത്രയും വിളിക്കുന്നത് മത്സരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മൂപ്പര് വന്നേക്കുന്നത് മത്സരിക്കാനൊന്നുമല്ല. റൊണാൾഡോയെ എങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ട് മൂപ്പർക്ക് സഹിക്കാത്തതുകൊണ്ടാണ്. മെസ്സി ഫാനാണ്, അതുകൊണ്ടാണ്. അതല്ലേ എന്റെ പരമാർത്ഥം. അതാണ് സത്യത. എന്താണ് പേര്? അനീഷ്. എവിടെ നാട്? ചെങ്ങന്നൂരുകാരനാണ് വന്ന് മത്സരിക്കുന്ന മലബാറിന്റെ കൂടെ. മെസ്സി ഫാനാണ്. റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മെസ്സി ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്കോറാണ് കേട്ടോ. 16-97. ഇനി ഒരു സ്ത്രീക്കാണ് അവസരം. കേറുക. സമ്മാനം. നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും സ്കോർ അൽ ഹാജിസ് നൽകുന്ന പെർഫ്യൂംസ് ആണ്. അൽ ഹാജിസിന്റെ പെർഫ്യൂം. അൽ ഹാജിസ് നൽകുന്ന, നമ്മുടെ ചെങ്ങന്നൂരുകാരന് അൽ ഹാജിസ് നൽകുന്ന പെർഫ്യൂമാണ് സമ്മാനം നൽകിയിരിക്കുന്നത്. ഹലോ ഇങ്ങോട്ട് വാ. ഇരിക്കെ. കുട്ടികൾക്ക് വേറെ മത്സരമുണ്ട്. എന്താണ് പേര്? മുബീന. എവിടെ നാട്? കണ്ണൂരുകാരിയാണ് മുബീന. മുബീനയുടെ ഫാൻ ആരാ? റൊണാൾഡോ ആണ് മുബീന ഫാൻ. മുബി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൊണാൾഡോ. സ്ത്രീകളിൽ ഇതുവരെ മത്സരിച്ച സ്ത്രീകളിൽ ഏറ്റവും വലിയ സ്കോർ എത്ര ഉണ്ടായിരുന്നു? 13 ഉണ്ടായിരുന്നു അല്ലേ? 13 ഉണ്ടായിരുന്നു. അതിലും താഴെയാണ്. അപ്പൊ അൽ ഹാജിസിന്റെ ഒരു പെർഫ്യൂമാണ് സമ്മാനമായിട്ട് നൽകുന്നത്. മുബീന. ഒരു താടി. എന്താണ് പേര്? എന്റെ പേര് ജോയ്. അല്ല, ഫുള്ളി എന്റെ പേര് ജോയ് എന്ന് പറഞ്ഞു. ഓക്കെ. എവിടെയാണ് നാട്? തൃശ്ശൂരാണല്ലേ? തൃശ്ശൂർ എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയാണ്. ഓക്കെ. നമ്മുടെ ഇന്നസെന്റിന്റെയും അതുപോലെ തന്നെ ടൊബീനോ തോമസിന്റെ ഒക്കെ നാട്ടുകാരനാണ്. ഓക്കെ. ജോയ് ഏട്ടാ, വിളിക്കണ്ട. നമുക്ക് തൃശ്ശൂരിന്റെ ഒരു ശക്തി മുഴുവൻ കാണിക്കണ്ട. ഇവിടെ ശ്വാസകോശം വല്ലപ്പുഴ സ്പോഞ്ച് പോലെ ആക്കിയിട്ടുണ്ടോ? ഉണ്ട്, വല്ലപ്പുഴയൊക്കെ സ്പോഞ്ച് പോലെ ആക്കിയിട്ടുണ്ട്. എന്നാലും അതിന്റെ ഒന്നും ഇവർക്ക് തോന്നാത്ത രീതിയിൽ വെച്ച് കീച്ചിക്കും. ആരാണ് ഏറ്റവും വലിയ ഫാൻ?
മെസ്സി റെഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മെസ്സി പതിനാല് 0-3 ആദ്യം വിളിച്ച ആളുടെ അത്രയും വന്നിട്ടില്ല, 16-ൽ അത്ര എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഈ മത്സരം നിക്ക് ഈ മത്സരം മാത്രം നടത്തിയ പോരാ, എനിക്ക് കുറെ മത്സരങ്ങൾ നടത്താനുണ്ട്. ഇനി ഈ നമ്മുടെ നിക്ക് ഇരിക്കും, നിങ്ങൾക്ക് വേറെ മത്സരമുണ്ട്, സമ്മാനമുണ്ട്. ഇരിക്ക് എല്ലാവർക്കും ചാൻസ് തരും എല്ലാവർക്കും ചാൻസ് തരും. അപ്പൊ നമ്മുടെ ജോയേട്ടന് അൽ ഹാജിസ് പെർഫ്യൂംസിന്റെ സമ്മാനം കൊടുക്കാനായിട്ട് അൽ ഹാജിസിന്റെ ഭാഗത്ത് നിന്നും റീജിയണൽ മാനേജർ ജിഷാദാണ് സമ്മാനം കൊടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയധികം സമ്മാനം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയധികം സമ്മാനങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷം അറിയിക്കുകയാണ്. അൽ ഹാജിസിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാൻ. ഇതാണ് നമ്മുടെ ജോയേട്ടനുള്ള സമ്മാനം. താങ്ക് യു. കൊടക്ക് പേര് തസ്നീമിനെ മൈക്ക് കൈമാറാൻ പോവാണ്. തസ്നീമിന്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റാർ ആരാണ് ഫുട്ബോളില്? മെസ്സി. ഓക്കെ തസ്നീം, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മെസ്സി. എന്റെ ഒരു ടേബിൾ ഫാൻ ഉണ്ട്, എന്റെ ടേബിൾ ഫാൻ ഉണ്ട്. ചില സമയത്തുണ്ടല്ലോ അത് കുറേ അതിന്റെ പിന്നെ 3 സൈഡിലും എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് ഉരുകി തീർന്നു പോയിട്ട് ആ സ്പ്രിങ് ഇതിനകത്ത് വരെയും അത് 13-11. പക്ഷെ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും സ്കോർ കൂടുതലാണ്, ഏറ്റവും വലിയ സ്കോറാണ്. 13-11 തസ്നി ഫ്രം കൂർഗ്. മലയാളം അറിയാമോ? മലയാളിയാണ്. ഒരാൾക്ക് ഞാൻ ചാൻസ് തരും, എല്ലാവർക്കും ചാൻസ് തരാൻ പറ്റുമോ? ഒരു ചെറിയ പാട്ടുകാരനാണ്, അവനൊരു ചാൻസ് കൊടുത്തോട്ടെ. എന്താ മുത്തേ നിന്റെ പേര്? എന്താ നിന്റെ പേര്? മുഹമ്മദ് വാഫിയാണോ? മുഹമ്മദ് വാഫിയാണ് മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് പണ്ടൊരു മുഹമ്മദ് റാഫി ഉണ്ടായിരുന്നു, പാട്ടുകാരനാണെന്ന്, റഫി സാഹബ്. അപ്പൊ അതുപോലെ വഫി സാഹബാണ് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? കൺഫ്യൂഷൻ ആക്കിയില്ലേ? സെക്കൻഡിലാണോ ഇനി ഫസ്റ്റിലാണോ? UKG കഴിഞ്ഞ് ഫസ്റ്റിലായതാണോ? ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിലേക്കാണോ? എങ്ങോട്ടാ? ഫസ്റ്റ്. കൈയ്യടി കൊടുക്കേ. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. മോന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുട്ബോളർ ആരാണ്? റൊണാൾഡോ. അപ്പൊ റൊണാൾഡോയുടെ പേര് നീട്ടി വിളിക്കാൻ പോവാണ്. റെഡി മുഹമ്മദ് വഫി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൊണാൾഡോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുട്ടികളുടെ ശ്വാസകോശമാണ് സ്പോഞ്ച് പോലെ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലായിരുന്നോ? പറഞ്ഞല്ലായിരുന്നോ? താങ്ക് യു മോനെ, താങ്ക്. ഇത്രയും ചെറിയൊരു പയ്യൻ വരുമ്പോഴത്തേക്ക് സമ്മാനം കൊടുക്കാതെ വിടുന്നത് വളരെ മോശമാണ്. മണ്ണയുടെ കപ്പൽ വന്നിറങ്ങി റോഡിലെല്ലാം വെളിച്ചം തട്ടി 1 2 3. എന്താണ് മോളുടെ പേര്? പൈസ എവിടെയാണ് വരുന്നത്? പൈസയുടെ കയ്യിൽ പൈസ ഉണ്ടോ? എന്താ പൈസയുടെ കയ്യിൽ പൈസ ഇല്ലാത്ത എന്താ? എന്റെ ഉപ്പ കൊണ്ടുപോയി. ഉപ്പ അത് മോഷിച്ചോണ്ട് പോകാൻ പാടുണ്ടോ? ഉപ്പയുടെ പൈസ ഉപ്പ കൊണ്ടുപോയി. അപ്പൊ പൈസ ഏത് നാട്ടുകാരിയാ നീ? എവിടെ? തലശ്ശേരി, കണ്ണൂർ, പുത്തുപറമ്പ, മാഹി, കൊല്ലം. പൈസക്ക് എല്ലാവരും ചേർന്നൊരു ഗംഭീര കൈയ്യടി കൊടുക്ക്. പൈസ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് കേട്ടിട്ടുണ്ടോ?
എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നീ പറ പറ. അത് പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ കൊല്ലം കണ്ടവൻ ഇല്ലങ്ങ എന്താന്ന് പറയാനുള്ള കാരണം? വാപ്പച്ചി എവിടെ എന്താ ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഇതുപോലത്തെ ബ്ലാക്ക് മാധ്യമത്തിന്റെ ടീഷർട്ട് ഇട്ട് നടക്കുകയാണല്ലേ? ഇങ്ങനെ നടന്നോളാൻ പറ. ഓക്കെ ഫൈസ, നിന്റെ ഫേവറേറ്റ് ഫുട്ബോളർ ആരാ? റൊണാൾഡോ. റെഡി? ഫൈസ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൊണാൾഡോ.